അവസരവും കിട്ടുമ്പോൾ എനിക്കെൻ്റെ റബ്ബിനെ പേടിയാ എന്ന് പറഞ്ഞു മാറ്റിവെക്കുന്നവന് 2 സ്വർഗമുണ്ടെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ മറ്റേ സാധനം കുടിക്കാൻ കൊടുക്കുമല്ലോ, കള്ള്. അപ്പൊ എൻ്റെ അടുത്തിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം അമുസ്ലിമാണ്. അള്ളാഹുവെ പടച്ചവനെ, ഇങ്ങനെ എല്ലാവരും പേടിച്ചു കുടിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, എന്തോ ലിക്കർ എന്തോ വേണമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനിത് കുടിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധം വല്ലതും ഉണ്ടോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കിത് ഇഷ്ടമല്ല, ഞങ്ങൾക്കിത് പാപവാ. ആ മുസ്ലിമായ സഹോദരൻ പറഞ്ഞു, എനിക്കിത് വേണ്ട. എന്നാൽ പടച്ചവനെ, ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ എന്നോട് സലാം പറഞ്ഞ സഹോദരൻ അപ്പുറത്തിരുന്ന് ഒളിഞ്ഞിരുന്ന് അടിക്കുന്നുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ കയറുമ്പോൾ ഓൻ എന്നോട് സലാം പറഞ്ഞിടോ. അതാ ചില ബിരുദന്മാരങ്ങനെ. ഞാൻ ജോലി ചെയ്ത ഒരു പള്ളിയിൽ ഒരു കടവുദ്ഘാടനത്തിന് വേണ്ടി പിന്നീടൊരു സമയത്ത് കടവുദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ ഒരുത്ത ഓടി വന്ന് മുണ്ടൊക്കെ അഴിച്ചിട്ടിട്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സിറാജ് ഉസ്താദെ, പ്രസംഗമൊക്കെ ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ, ദുആ ചെയ്യണം, കച്ചവട കടയ്ക്ക് ബർക്കത്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞു, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അല്ലാഹ് നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നടന്നു പോകുമ്പോൾ എൻ്റെ കൂടെ വന്നവൻ ചോദിച്ചു, ഉസ്താദെ, അവൻ എന്ത് കടയാന്നറിയാവോന്ന്. എന്ത് കടയാണോ? ഞാൻ സത്യത്തിൽ ചോദിച്ചില്ല. എന്നോട് ചോദിച്ചു, ഉസ്താദെ അവൻ എന്ത് കടയാണെന്നറിയോ? ഞാൻ പറഞ്ഞ അറിയില്ല. ഉസ്താദെ, ലോട്ടറി കടയാ ഉസ്താദെ അവന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവന് ലോട്ടറി കടയായിരുന്നല്ലോ. ഇതാ മനുഷ്യന്മാരുടെ അവസ്ഥ. ഉസ്താദ്, അതാണ് നമ്മള്. ഈ അമുസ്ലിമായ സഹോദരൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ കുടിക്കും. ഞാൻ പറഞ്ഞു, കുടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് വീടി വലിക്കുന്നതിന്റെ പുക പോലും എനിക്കിഷ്ടമല്ല. ഇത് കുടിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് ഹറാമാ. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ കേറുമ്പോ സലാം പറഞ്ഞവൻ എന്ത് ചെയ്യുന്നുണ്ട്? സൈഡ് ചരിഞ്ഞിരുന്ന് അപ്പുറത്തിരുന്ന് അടിക്കുന്നുണ്ട്. ഇതാ കാലം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സാഹചര്യം കിട്ടുമ്പോൾ ആരും കാണുന്നില്ല, അറിയുന്നില്ല, ഒരൊറ്റ പുക ഒന്ന് വലിച്ചാലല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ ശരീരത്ത് ഓടി വന്ന ആൺകുട്ടി തൊടുക തെറ്റാണോ? ഇന്ന് തെറ്റാണോ? ഇന്നൊരു തെറ്റുമല്ല. ഇന്നതൊക്കെ എന്ത് തെറ്റ്? ഇന്ന് പിടിക്കലും തൊടലും ഒന്നും തെറ്റായിട്ട് ഇന്നത്തെ സമുദായം കാണുന്നില്ലടോ. അത് പറയുന്നവനെ ഉസ്താദിനെ കളിയാക്കത്തേ ഉള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മളിത് പറയുമ്പോൾ പെൺകുട്ടികൾ, ചെറുപ്പക്കാർ പറയാം, അങ്ങാർക്ക് കിട്ടാത്തതിൻ്റെ ആടാന്ന് കളിയാക്കും. എടാ, ഒരു പെണ്ണ് തൻ്റെ ശരീരത്ത് തൊടുമ്പോൾ, ഞാൻ എൻ്റെ പെൺമക്കളോട് പറയുകയാ, പെൺകുട്ടികളോട് പറയുന്നു, ശരീരത്ത് തൊട്ടിട്ടുള്ള ഒരു ബന്ധവും വേണ്ട. ഒരു അന്യ പുരുഷൻ, ഒരു അന്യ കൂട്ടുകാരൻ നിന്റെ ശരീരത്ത് തൊടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അവൻ നല്ല കൂട്ടുകാരനല്ലെന്നാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സിയാദക്ക എഴുന്നേറ്റ് വാ. നിങ്ങളെന്തൊരു പരിപാടി ഇപ്പാ. ഇന്നലെയും വന്ന് നിങ്ങൾ താഴെ ഇരുന്നു. ഒരു മനുഷ്യൻ വിളിച്ചാൽ എഴുന്നേറ്റ് വരണം. വാ ഷാദ്. കാഞ്ഞിപ്പുഴ, നിങ്ങൾ പ്രസിഡന്റ് ആയില്ലേ ഇപ്പൊ കാഞ്ഞിപ്പുഴയില്? ആയില്ലേ? സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദെ, ഞാൻ ജമാഅത്തിന്റെ പ്രസിഡന്റാ, എന്തൊക്കെയോ പ്രശ്നമുണ്ട്, വിട്ടേക്കട്ടെ എന്ന്. കളഞ്ഞിട്ട് കളഞ്ഞു. വീണ്ടും കയറിയാ? വേണ്ട, ഇല്ലേ? ഓ വാ, അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാ, താത്ത വന്നിട്ടുണ്ടോ? അൽഹംദുലില്ലാഹ്. ഈ മനുഷ്യനെ ഞാൻ ഒരിക്കലും മറക്കൂല കേട്ടാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരെ മറന്നാൽ ഈ ചങ്ങാതി മറക്കൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാഞ്ഞിപ്പുഴ പള്ളിയിൽ എന്നെ വഴുതനി വിളിച്ചു. അവിടെ വഴുതനി വിളിച്ചിരുത്തിയിട്ട് ഞാൻ പറഞ്ഞ ആളാ. പാവം, അൽഹംദുലില്ലാഹ്. അദ്ദേഹത്തിൻ്റെയും കുടുംബത്തെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മുഖത്തുള്ള സന്തോഷം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി നിന്റെ ശരീരത്ത് തൊട്ടാൽ, എടാ, അവളുമായിട്ടുള്ള ബന്ധം അവിടെ അവസാനിപ്പിക്കണം. അവൾ നല്ലവളല്ല. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരീരത്തെ തൊട്ടുള്ള, ആരോടാ പറയുന്നത്? വഴുത് കഴിഞ്ഞ് പോകുമ്പോ ചേട്ടത്തി അനിയന്റെ ബൈക്കിന്റെ മുകളിൽ കയറി ഒന്ന് പോണ കാലവാ അല്ലേ? ഇതൊക്കെ പറയുമ്പോ, എടാ, ഒരാള് നമ്മുടെ ശരീരത്തെ തൊടുന്നുണ്ടെങ്കിൽ അവര് നല്ലവരല്ല എന്ന് പറയാറുള്ള കാരണം, പെങ്ങളെ, നിന്റെ കൂടെ കൂട്ടുകാരനാണ്, ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നടക്കുന്നവൻ
ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അറിയാതെയല്ല അറിഞ്ഞുകൊണ്ട് നിന്റെ ശരീരത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ല കൂട്ടുകാരനല്ല, അവൻ നല്ല കൂട്ടുകാരിയല്ല. ഞാൻ പറയാനുള്ള കാരണം എന്തെന്നറിയോ? സിറാജ് വെറുതെ പറഞ്ഞതല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾക്ക് ചരിത്രമറിയുമല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ യുദ്ധം ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്. നബിയും സ്വഹാബത്തും യാത്ര കഴിഞ്ഞ് വരുമ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകട്ടെ. മലമൂത്ര വിസർജനം നടത്താൻ അള്ളാന്റെ റസൂൽ അനുവാദം കൊടുത്തു. അതാ ആയിഷ ബീബി ഇറങ്ങി പോവുകയാണ്. ആണുങ്ങൾ മുഴുവനും അവരുടെ വാഹനത്തിന്റെ മുമ്പിൽ നിന്നോ ആയിഷ ബീബി ഇറങ്ങിപ്പോയി. തന്റെ ആവശ്യം കഴിഞ്ഞു തിരിച്ചു വന്ന് വാഹനത്തിന്റെ മുകളിൽ കയറി. അത് കഴിഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു ആണുങ്ങളോട് പോകാൻ. ആണുങ്ങളെല്ലാവരും പോയി. ആയിഷ ബീബി തന്റെ കൂടാരത്തിനകത്ത് കയറിയിരിക്കുമ്പോ പെട്ടെന്ന് നോക്കുമ്പോ തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷ ബീബിക്ക് വല്ലാത്ത പ്രയാസമായി. പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതാണ്, പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതാണ്. എല്ലാരും ഉണ്ടല്ലോ. ആയിഷ ബീബി ഇറങ്ങുകയാണ്, മാല തിരഞ്ഞു പോവുകയാണ്. പടച്ചവനെ, എല്ലാവരും വന്ന് വാഹനത്തിൽ കയറി. ആയിഷ ബീബി ഇറങ്ങിപ്പോയതാരും കണ്ടില്ല. പടച്ചവനെ, എല്ലാവരും യാത്ര തുടങ്ങുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അതാ മാലയും കൊണ്ട് തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ്, എല്ലാവരും പോയി കഴിഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയില്ല. ആയിഷ ബീബി ഒറ്റയ്ക്കൊരു സൈഡിലിരിക്കുകയാണ്. അപ്പോഴാണ് സഫ്വാൻ തങ്ങൾ വരുന്നത്. നബി തങ്ങൾ പറഞ്ഞു വിട്ട സ്വഹാബിയാണ്, നീ അവസാനം വന്നാ മതി. കളഞ്ഞു പോകുന്ന സാധനം കൊണ്ടുവരാൻ, നഷ്ടപ്പെട്ടു പോകുന്ന വീണു പോകുന്ന സാധനം എടുത്തു കൊണ്ടുവരാൻ നബി തങ്ങൾ നിർത്തിയ സ്വഹാബിയാണ്. ആയിഷ ഉമ്മാനെ കണ്ടപ്പോ എന്തേ എന്ന് പോലും ചോദിച്ചില്ല. അതാ വാഹനത്തിന്റെ മുകളിൽ കയറ്റി ആയിഷ ബീബിയും സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാ. അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു രാത്രി മുഴുവനും യാത്ര ചെയ്തിട്ട് പകല് സമയത്താണ് രണ്ടുപേരും കൂടെ മദീനത്തെത്തുന്നത്. രണ്ടുപേരും കൂടെ യാത്ര ചെയ്ത് മദീനത്തെത്തുമ്പോ പടച്ചവനെ രാവിലെ എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. പടച്ചവനെ ആൾക്കാര് നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരനായ പെണ്ണും ഒരു ചെറുപ്പക്കാരിയും രണ്ടുപേരും ഒരു രാത്രി ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വന്നിരിക്കുകയാ. പിന്നെ കൊടുങ്കാറ്റടിച്ചു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം. ആയിഷ ബീബിയെയും സഫ്വാൻ തങ്ങളെയും ചേർത്ത് വെച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തി. കൊടുങ്കാറ്റ് പോലെ മദീന മുഴുവനും അടിച്ചു വീശി. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. നബിതങ്ങളുടെ ഭാര്യയെ പോലും വെറുതെ വിട്ടിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പിന്നല്ലേ ബാക്കിയുള്ളവരുടെ കാര്യം, അത് വേറെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നാട് മുഴുവനും ചർച്ച ചെയ്തപ്പോ നബിതങ്ങൾക്ക് സങ്കടമായി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടമായി. നബിതങ്ങൾ ആരോടും മിണ്ടുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിസ്കരിക്കാൻ പള്ളിക്കകത്ത് കയറും. ഇക്കാമത്ത് കൊടുത്താൽ നിസ്കരിക്കും, സലാം വീട്ടും, നേരെ വീടിനകത്ത് കയറും. ആരോടും മിണ്ടുന്നില്ല. അങ്ങനെ ആരോടും മിണ്ടാതെ വന്നപ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഓരോ സഹാബികളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നബിതങ്ങളെ കാണാൻ പോയി. അബൂബക്കർ തങ്ങളെ കാണാൻ പോയി. എന്തേ നബിയെ മിണ്ടാത്തെ? എന്താണ് മിണ്ടാത്തത്? ഉമർ തങ്ങൾ നബി തങ്ങളുടെ മുമ്പിൽ ചെന്നു. എന്തു പറ്റി നബി എന്നോട് മിണ്ടാത്ത? എന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഉമറെ, എന്റെ ആയിഷാനെ കുറിച്ച് പറയണത് നീ കേട്ടോ? കേട്ടു നബിയെ. എന്താ നീ പറയണത്? ആയിഷ തെറ്റ് ചെയ്യത്തില്ല നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഉമറെ, ഈ നാട് മുഴുവനും എന്റെ ഭാര്യയെ കുറിച്ച് വ്യഭിചരിച്ചെന്ന് പറയുന്നു, ആരോപണം നടത്തുന്നു, നീ എന്തു പറയുന്നു? മരിക്കണ കാലം വരെ ഞാൻ വിശ്വസിക്കൂല.
നബിതങ്ങൾ ചോദിച്ചു, തെളിവുകൾ മുഴുവനും ആയിഷയ്ക്കെതിരാ, എന്തു പറയുന്നു? ഇല്ല നബിയെ, വിശ്വസിക്കൂല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട്? ആയിഷ ബീവിക്ക് തെളിവുകൾ മുഴുവനും എതിരായിട്ട് പോലും നീ എന്തേ വിശ്വസിക്കാത്തത്? അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ, ആയിഷ ബീവിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് ആരാ? അല്ലാഹ്. അല്ലേ പറഞ്ഞേ, അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് കിട്ടിയതല്ലല്ലോ. നബി തങ്ങളോട് ചോദിച്ചു, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിക്കാൻ പറഞ്ഞതാരാ? അല്ലാഹ്. അല്ലേ പറഞ്ഞേ. എന്നാ അല്ലാഹ് ഖുർആനിൽ എന്താ പറഞ്ഞത്? വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനില് അള്ളാഹു പറയുകയാ, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ. നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കുക പോലും ചെയ്യരുത്, അത് വളരെ മോശമായ ഒരു കാര്യമാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാ, വസാഅ സബീല. വസാഅ സബീല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ക്വാളിറ്റി ഇല്ല എന്നാ ഖുർആൻ പറഞ്ഞേ. എടോ, ഈ വ്യഭിചാരവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ക്വാളിറ്റി ഇല്ല എന്ന്, വസാഅ സബീല, ക്വാളിറ്റി ഇല്ല എന്ന് അള്ളാഹ് പറയുന്നുണ്ട്. അപ്പൊ ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണിനെ കെട്ടാൻ അള്ളാഹ് പറയുവോ നബിയെ? ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണാണ് ആയിഷയെങ്കിൽ, ആയിഷ തെറ്റ് ചെയ്യുന്നവളാണെങ്കിൽ അവളെ കല്യാണം കഴിക്കാൻ അള്ളാഹ് പറയുമോ? ഇല്ല. അതുകൊണ്ട് മരിക്കുന്ന കാലം വരെ ഉമർ, ഞാൻ വിശ്വസിക്കില്ല നബിയെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ക്വാളിറ്റി ഇത്തിരി കുറവാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്തിനാ സഹോദര, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ശരീരത്ത് തൊട്ടോ സ്നേഹബന്ധങ്ങളാകാം, എന്തുമാകാം, അതിനൊരു പരിധിയുണ്ട്. അള്ളാഹു ഹറാമാക്കിയത് ഹറാമ് തന്നെയാ. നമ്മുടെ ശരീരത്ത് തൊടുന്നതും പിടിക്കുന്നതും അതുമായിട്ടുള്ള ബന്ധങ്ങൾ അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്ന സമയം നമ്മൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് പിന്മാറിയാൽ നിനക്ക് അള്ളാഹു സ്വർഗം തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഖുർആനിലൂടെ അള്ളാഹു സ്വർഗത്തിലാണെന്ന് സന്തോഷ വാർത്ത പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനുണ്ടാകുന്ന ഒന്നാമത്തെ സ്വഭാവം, അവന് പടച്ച റബ്ബിനെ വല്ലാത്ത പേടിയാ. അവന് പടച്ച റബ്ബിനെ വല്ലാത്ത പേടിയാ. നമുക്കിന്ന് അല്ലാഹനെ പേടിയില്ലടോ. നമുക്ക് മഖ്ലൂക്കിനെ പേടിയാണ്, നമുക്ക് അല്ലാഹനെ പേടിയില്ല. നമുക്ക് അല്ലാഹനെ പേടിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അള്ളാഹു ഹൃദയത്തിനകത്ത് കയറണേ. അല്ലാഹ് ഹൃദയത്തിനകത്ത് കയറിയാ നിനക്ക് പേടിയാ. കള്ളു കുടിക്കാൻ പേടിയാ, വ്യഭിചരിക്കാൻ പേടിയാ, വീടി വലിക്കാൻ പേടിയാ, ഹറാമ് ചെയ്യാൻ പേടിയാ, എന്ത് തെറ്റ് ചെയ്യാനും നിനക്ക് പേടിയാ. അതുകൊണ്ട് പടച്ചവനെ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു പെണ്ണ് ചോദിക്കുന്നു, നന്നാകാ സമയമായില്ലേ? നന്നാകാ സമയമായില്ലേ? നിലവിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കാനുണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനിലൂടെ ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. നീ കാലാകാലം സ്വർഗത്തിലാണെന്ന് പറഞ്ഞ മനുഷ്യന്റെ ഒന്നാമത്തെ അടയാളം, അവൻ അല്ലാഹനെ പേടിയാ. അവൻ അല്ലാഹനെ പേടിയാ. അല്ലാഹുവേ, ആ ഒരു പേടി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? വസ്വാബിരീന അലാ മാ അസ്വാബഹും. പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, ആ മനുഷ്യനുള്ള രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ,
എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ, അത് രോഗമാകട്ടെ, അത് പട്ടിണിയാകട്ടെ, അത് ദാരിദ്ര്യമാകട്ടെ, അത് മരണമാകട്ടെ, അത് പ്രയാസമാകട്ടെ, അള്ളാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താ ആ മനുഷ്യൻ പറയും ഇത് അള്ളാഹുടെ തീരുമാനമാ, ഇത് അള്ളാന്റെ തീരുമാനമാ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കുന്നവനുണ്ടോ അവന് സ്വർഗമുണ്ടെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ പറയുന്ന രണ്ടാമത്തെ സ്വഭാവം, അവൻ എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ ക്ഷമിക്കാനുള്ള മനസ്സവനുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈമാൻ കാര്യം 6. 1, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കൽ, അള്ളാന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കൽ, പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കൽ, ഖുർആനിനെ കൊണ്ട് വിശ്വസിക്കൽ, അന്ത്യദിനത്തിനെ കൊണ്ട് വിശ്വസിക്കൽ, വൽഖദിരി ഖൈരിഹി വശദ്ദിഹി മിനല്ലാഹി തആല. 6 കാര്യങ്ങൾ. ഈ 6 കാര്യങ്ങളിൽ അള്ളാഹിനെ വിശ്വാസമുണ്ട്, ഖുർആനിൽ വിശ്വാസമുണ്ട്, പ്രവാചകന്മാരിൽ വിശ്വാസമുണ്ട്, മലക്കുകളിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. 6ാമത്തതിൽ മാത്രം വിശ്വാസമില്ല. 6ാമത്തെ കാര്യം എന്താ? നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത് എന്ന് നീ വിശ്വസിച്ചാലേ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് നബിയിന റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അവിടെയാണ് തെറ്റുപറ്റിയത്. അള്ളാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തരുമ്പോൾ നമ്മുടെ എല്ലാം പോയി. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും പരീക്ഷണം തരുമ്പോൾ, രോഗമോ ബുദ്ധിമുട്ടോ പട്ടിണിയോ കടമോ മരണമോ തരുമ്പോൾ പറയും, ഉസ്താദേ ഞാൻ സലാത്ത് മജ്ലിസിന് പോകും, മജ്ലിസുൻ നൂറിന് പോകും, ഉസ്താദേ ഏത് വഅദിനും പോകും, പള്ളിക്ക് കൊടുക്കും, പാവങ്ങൾക്ക് കൊടുക്കും, തഹജ്ജുദ് നിസ്കരിക്കും, സുന്നത്ത് നോമ്പ് പിടിക്കും, 5 നേരം നിസ്കരിക്കും, എന്നിട്ടും ഇതെനിക്ക് വന്നല്ലോ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തരുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകുകയാണ്, നമ്മൾ കുറ്റം പറയുകയാണ്, നമ്മൾ ആവലാതി പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാ അങ്ങനെ പറയുന്നത്? പടച്ച റബ്ബിന്റെ തീരുമാനമല്ലേ, അള്ളാന്റെ തീരുമാനമാണല്ലോ ഇതെല്ലാം. എന്തു വന്നാലും അത് പടച്ച റബ്ബിന്റെ തീരുമാനമാ. എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് സന്തോഷം വരുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഈ ദുഃഖം വരുന്ന സമയത്ത് മാത്രമല്ലേ ഉള്ളൂ? എന്റെ പ്രിയപ്പെട്ടവരെ, ചിലര് പറയുന്നത്, ഉസ്താദെ അള്ളാഹിക്ക് എന്തോ എന്നോട് വൈരാഗ്യം, അള്ളാഹിക്ക് എന്തോ എന്നോട് ദേഷ്യം കൂടുതലാ, അതുകൊണ്ട് അള്ളാഹ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ. എത്ര കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊരു മക്കളെ തരുന്നില്ലല്ലോ അള്ളാഹ്. എല്ലാവർക്കും അള്ളാഹ് വീട് കൊടുക്കുന്നു, എനിക്കെന്തേ വീട് തരാത്തെ? ഞാൻ ഏത് കച്ചവടം ചെയ്തിട്ട് എന്തേ ഉസ്താദ് നേരെയാകാത്തെ? എത്ര കൊല്ലമായി ഉസ്താദെ സമാധാനമുള്ള ജീവിതം കിട്ടുന്നില്ലല്ലോ. അള്ളാഹിക്ക് എന്തോ ദേഷ്യമാണെന്നാ പലരും പറയുന്നത്. ഒരിക്കലും അങ്ങനെ പറയരുത് സഹോദര, ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത്. അള്ളാഹിക്ക് ആരോടും ദേഷ്യമില്ലടോ, അള്ളാഹുവിന് ആരോടും ദേഷ്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന് ഇഷ്ടം കൂടി കഴിഞ്ഞാൽ അള്ളാഹു മനുഷ്യനെ വല്ലാതെ വേദനിപ്പിക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന് ഇഷ്ടം കൂടി കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ ഒന്ന് അളന്നു നോക്കും. ഇവൻ പറയുന്നത് എന്നെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവനാണല്ലോ. നമ്മുടെ ഈമാൻ അള്ളാഹു ഒന്ന് അളന്നു നോക്കും. അള്ളാഹു നമ്മുടെ ഈമാൻ ഒന്ന് അളന്നു നോക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനുള്ള ഏറ്റവും വലിയ തെളിവ്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരെയാണ് അള്ളാഹു കൂടുതൽ പരീക്ഷിക്കുന്നത് എന്നതുള്ളതിന് ഏറ്റവും വലിയ തെളിവ്, ഇന്ന അശദ്ദന്നാസി ബലാഗ. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് അബൂജഹലിനെ ആയിരുന്നില്ല, നമ്രൂദിനെ ആയിരുന്നില്ല, കാറൂനിനെ ആയിരുന്നില്ല, ഹാമാനിനെ ആയിരുന്നില്ല. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാരെയാണ്. അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്കായിരുന്നു. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ബോറടിക്കുന്നുണ്ടാ? ബോറടിക്കുന്നുണ്ടാ? നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് ചോദിച്ചാ, മടുത്തു തുടങ്ങിയ സമയം എന്താ ഇപ്പൊ? നിങ്ങളെന്താ സമയമായിട്ട് മിണ്ടാതിരിക്കണേ? സുബ്ഹാനല്ലാഹ്, 10:30 ഞാൻ അറിഞ്ഞില്ല. ഞാൻ എപ്പം നിർത്താന്നാ പറഞ്ഞ മക്കളെ? 10:30 നിർത്താന്നല്ലേ പറഞ്ഞേ? നിങ്ങൾ എന്താ ഇങ്ങനെ മിണ്ടായിരിക്കണേ? പറഞ്ഞ സമയം കഴിഞ്ഞു പോയി. അള്ളാഹു പുറത്തുവരുമാറാകട്ടെ, അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. വാക്ക് പറഞ്ഞാൽ പാലിക്കണോ? വാക്ക് പറഞ്ഞാൽ പാലിക്കണോ? ആദം നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് നിസ്കരിക്കാത്തതിന്റെ പേരിലാണോ? സദക്ക കൊടുക്കാത്തതിന്റെ പേരിലാണോ? വാക്ക് പാലിക്കാത്തതിന്റെ പേരില. അള്ളാഹു കാക്കുമാറാകട്ടെ. കരാറ് ലംഘിച്ചതിന്റെ പേരില. 10:30 നിർത്താന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയിട്ട് ഞാൻ ഇപ്പോഴും വഴുതു പറഞ്ഞുകൊണ്ടിരുന്ന
പിന്നെ എന്ത് വയലടോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കുറച്ചുകൂടെ പൊക്കൂടെ? എനിക്കിന്ന് നല്ല ഓട്ടവാ. ഞാൻ ഈ വയല് കഴിഞ്ഞിട്ട് വേണം പത്തനാപുരത്ത് പോകണം. എൻ്റെ ഉമ്മ പത്തനാപുരത്താ. അളിയൻ സർജറി കഴിഞ്ഞ് കിടക്ക. ഇനി പോയിട്ട് അളിയനെ കണ്ടിട്ട് ഉമ്മാനെ വിളിച്ചുകൊണ്ട് വേണം കിളിമാനൂര് പോകാൻ. നാളെ രാവിലെ കണ്ണൂരും പോകണം. ഇന്ന് രാത്രി ഫുള്ള് ഉറക്കമില്ല സിയാറത്ത. അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. ഇന്നലെ ഈ ചങ്ങായി കൊണ്ട് വഴി വിട്ടിട്ട് പോയതാ. ഇന്നലെ ഇവിടെ കരുനാപ്പള്ളിയിലെ വയല്. ഇന്നലെ എപ്പോഴാ ഉറങ്ങി വീടെത്തി. ശരി, ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തപ്പോ ഞാൻ പറഞ്ഞേ? എന്താ മക്കളെ പറഞ്ഞേ? കരാറിന്റെ കാര്യം പറഞ്ഞല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തരും. ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹം കൂടുമ്പോ. നബിതങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഉമ്മ മരിച്ചു. യതീമായിട്ടല്ലേ നബിതങ്ങളുടെ വാപ്പ മരിച്ചിട്ടല്ലേ യതീമായിട്ടല്ലേ നബിതങ്ങൾ ജനിച്ചത്. വാപ്പാനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഉമ്മാന്റെ പാല് കുടിച്ച് കൊതി തീർന്നോ? നബിതങ്ങൾക്കില്ല. നബിതങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന എല്ലാരും പോയില്ലേ. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു വേദനിപ്പിച്ചത് മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി. ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അള്ളാഹിക്ക് നബിതങ്ങൾ ഇഷ്ടമല്ലേ? ആണോ അല്ലേ? ഇഷ്ടമാണോ അല്ലേ? നബിതങ്ങളെ അള്ളാഹുവിന് ഇഷ്ടമാണോ അല്ലേ? ഇഷ്ടമാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവെന്താ? ഖുർആൻ എടുത്തു നോക്ക്. ഖുർആനിൽ അള്ളാഹു ഒരുപാട് പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രവാചകന്മാരുടെ പേര് പറയുമ്പോ അള്ള വിളിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? യാ ആദം, ഏ നൂഹ്, യാ നൂഹ്. എല്ലാ പ്രവാചകന്മാരുടെയും പേര് വിളിച്ചു അള്ളാഹ്. ഖുർആനിൽ അള്ളാഹു പ്രവാചകന്മാരുടെ പേര് പറയുമ്പോ പ്രവാചകന്മാരുടെ പേരാ അള്ള വിളിച്ചേ. സിറാജെന്ന് വിളിക്കണ പോലെ യാ ആദം, ആദം നബിയെ ആദമേ എന്ന് വിളിച്ചു. നൂഹ് നബിയെ നൂഹേ എന്ന് വിളിച്ചു. ഇബ്രാഹിം നബിയെ ഇബ്രാഹിമേ എന്ന് വിളിച്ചു. എന്നാൽ മഹാനായ നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലും യാ മുഹമ്മദ്, ഏ മുഹമ്മദ് എന്ന് അള്ള വിളിച്ചിട്ടില്ല. ഖുർആനിൽ ഒരു സ്ഥലത്തു പോലും നബിതങ്ങളെ മുഹമ്മദ് എന്ന് സാധാരണ പ്രവാചകന്മാരെ വിളിച്ചതുപോലെ അള്ള വിളിച്ചിട്ടില്ല. പിന്നെ അള്ള വിളിച്ചത് എന്താ? മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ പ്രവാചകനെ വിളിക്കുന്നത് നബിയെ, റസൂലെ, മുസമ്മിലായ നബിയെ, മുദ്ദസിറായ നബിയെ. എവിടെയും അള്ളാഹു ബഹുമാനത്തോടു കൂടിയാണ് നബിതങ്ങളെ വിളിച്ചിരിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത്രയ്ക്കും സ്നേഹമുള്ള നബിയാണ് അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. അപ്പൊ സ്നേഹം കൂടിയ അള്ളാഹു ഒന്ന് വേദനിപ്പിക്കും. വേദനിപ്പിച്ചിട്ട് അള്ളാഹ് നമുക്ക് സന്തോഷം തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താ? നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഉസ്താദേ എന്താ ബുദ്ധിമുട്ടാ, പ്രയാസമാ, ദുരിതമാ. കാക്കാ, എന്റെ പ്രിയപ്പെട്ട സഹോദര, നീ എന്താ വിചാരിച്ചിരിക്കണത്? കൊല്ലത്ത് ആശ്രമ മൈതാനത്ത് ഫെസ്റ്റ് നടന്നു. കേറണമെങ്കിൽ പാസല്ലേ? പാസ് കൊടുക്കണ്ടേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഇവിടെ ഓരോ സ്ഥലത്തും പരിപാടികൾ നടക്കുമ്പോ കേറണമെങ്കിൽ ഫീസ് കൊടുക്കണോ? ലുലുമാളിന്റെ അപ്പുറത്ത് ഫെസ്റ്റ് നടക്കുമ്പോ കാണാൻ പോകുമ്പോ രൂപ 100 കൊടുക്കണോ? കറങ്ങണ സ്ഥാനത്തിൽ കയറണമെങ്കിൽ പൈസ കൊടുക്കണോ? എല്ലായിടത്തും കയറണമെങ്കിൽ ഫീസ് കൊടുക്കണം. അപ്പൊ അള്ളാന്റെ സ്വർഗത്തിൽ പോകുമ്പോ എന്താ ഓസിന് കയറി പോകാൻ പറ്റുമോ? ഊട്ടിയ അള്ളാന്റെ സ്വർഗം എന്താ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ ചോദിക്കുകയാണ്, അമ ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും. മനുഷ്യ ഓസിന് പോകാൻ പറ്റൂല. അള്ളാന്റെ സ്വർഗം വെറുതെ കയറി പോകാൻ പറ്റുന്ന സ്ഥലമല്ല. അതിന് കഷ്ടപ്പാടുണ്ട്, ദുരിതങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാതെ നിനക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. നീ ഖുർആൻ ഓതുന്നവനല്ലേ? അള്ളാന്റെ ഖുർആൻ ഓതുന്നവനല്ലേ? ആ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? എങ്ങനെയാണ് ഞാനൊരു മനുഷ്യനെ പരീക്ഷിക്കുന്നത്? അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് സഹോദരാ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ് വനഖസിം മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത്
وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഞാൻ എൻ്റെ അടിമകളെ പരീക്ഷിക്കുമടോ, ഞാൻ എൻ്റെ അടിമകളെ പരീക്ഷിക്കുമടോ. എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്നറിയോ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. ഭയം തരികയാ, ഭയം തരികയാ, ഭയം തരികയാ, പേടിപ്പിക്കുകയാണ്, പേടിപ്പിക്കുകയാണ്. മുസ്ലിമേ, നിന്നെ അല്ലാഹു പേടിപ്പിക്കും സഹോദരാ. എങ്ങനെയാ പേടിപ്പിക്കുന്നത്? പടച്ചവനെ എന്ന് നമ്മളൊക്കെ പേടിച്ച് നടക്കുകയാണ്. ഉസ്താദേ, ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ പലതും അവരുടെ കൈകളിലെത്തിക്കഴിഞ്ഞല്ലോ. ഭൂരിപക്ഷം അവരാണല്ലോ. നിയമങ്ങൾ പാസ്സാക്കുകയാണല്ലോ. NRC നടപ്പിലാക്കാൻ പോകുകയല്ലേ. പൗരത്വ ബില്ല് വരുന്നല്ലോ. ഏക സിവിൽ കോഡ് വരുന്നല്ലോ. തലാഖൊക്കെ കഴിഞ്ഞല്ലോ. പടച്ചവനെ, ഓരോ നിയമങ്ങൾ പാസ്സാക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും പടച്ചവനെ? നമ്മൾ എന്ത് ചെയ്യും പടച്ചവനെ? നമ്മൾ എവിടെ പോകും ഉസ്താദേ? മുസ്ലിമിനെ പടച്ചവനെ എന്ന് ഭൂതാ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ ഫുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ച് തകർക്കുകയാണ്. പള്ളിയിലെ ഇമാമിനെ പോലും അവിടെ നിന്ന് കൊന്നുകളയുകയാണ്. പടച്ചവനെ, വീഡിയോ പിടിച്ച് ഷെയർ ചെയ്യുകയാണ്. തല്ലിക്കൊല്ലുന്ന വീഡിയോകൾ എടുത്ത് ഷെയർ ചെയ്യുകയാണ്. എന്തിനാ ഭയക്കാര്, ഭയക്കാര്. താടിയുള്ളവനും തഴമ്പുള്ളവനും ഭയക്കാര്. മുസ്ലിമിനെ ഭയപ്പെടുത്താൻ നോക്കുകയാ. കൊല്ലണ്ടവന് കൊന്നാ പോരെ, കൊല്ലണ്ടവന് കൊന്നാ പോരെ. എന്തിനാ കൊല്ലുന്ന വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നത്? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇടോ, അവിടെ ഇവിടെയും കത്തിക്കുന്നതും പിടിക്കുന്നതൊക്കെ പരസ്യമായിട്ട് ചെയ്ത് കാണിക്കുന്ന എന്തിനാ? ഭയപ്പെടുത്താൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഭയപ്പെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അല്ലാഹ് പറയുകയാ, നിന്നെ ഞാൻ പേടിപ്പിക്കും, നിന്നെ ഞാൻ ഭയക്കും, നിന്നെ ഞാൻ ഭയപ്പെടുത്തും. മുസ്ലിം എന്ന് പറയാൻ പേടിക്കുന്ന ഒരു കാലം നിനക്ക് വരും. അപ്പം നീ പറയണം, ഞാൻ മുസ്ലിമാണെന്ന്. അപ്പം നിനക്ക് ഞാൻ സ്വർഗം തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ ഇവിടെയും രണ്ട് പൊട്ടാസ് പൊട്ടിച്ചപ്പോഴേ പേടിച്ച ഇനിയൊക്കെ വരാനിരിക്കുന്നത് നീ എന്ത് ചെയ്യും? ഇപ്പൊ ഓണത്തിന് പൊട്ടിക്കണ പടക്കം പൊട്ടിക്കണ പൊട്ടാസ് ഇട്ടിട്ട് ഏക സിവിൽ കോഡ്, പൗരത്വ ബില്ല്, അത് ഇതെന്ന് 4 പടക്കം പൊട്ടിച്ചപ്പോഴേ നീ വരണ്ടു. ഇനി അമിട്ട് നീ ആകാശത്തൊക്കെ പോയി പൊട്ടണ എന്താപ്പാ? എന്താ പറയാ? കഥനയൊക്കെ വരാനല്ലേ ഉള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ പൊട്ടാസ് പൊട്ടിച്ചപ്പോഴേ നീ മൂത്രമൊഴിക്കാൻ തുടങ്ങി. ഇനി ബാക്കിയുള്ളത് വരുമ്പോ എന്ത് ചെയ്യും? എന്റെ പൊന്നാര ചങ്ങാതി, അള്ളാഹു പറഞ്ഞില്ലേ, നിന്നെ ഞാൻ ഭയപ്പെടുത്തും. ഇവർക്കും വേണ്ടത് നമ്മളെ ഭയപ്പെടുത്തലാടോ. അവർക്കും അറിയുന്ന ചില സത്യങ്ങളുണ്ട്. നമ്മൾ മുസ്ലിമീങ്ങളാ, നമ്മളെ മറക്ക, നമ്മൾ നമ്മളെ തന്നെ മറന്നു പോവാ. എടാ ചങ്ങായി, മുസ്ലിമായി നടക്കുന്ന നിനക്ക് എന്നാ പേടിക്കാനാ? ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ളാഹ് നിന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്. ജനിച്ച് ഉമ്മാടെ വയറ്റിൽ നിന്ന് വെളിയിൽ വന്നപ്പോ തന്നെ ബാങ്കും ഇക്കാമത്തും കൊടുത്തു. കാരണം എന്തേ? മരിച്ചു കഴിഞ്ഞാൽ ഇത് കൊടുക്കാൻ സമയമില്ല, കൊണ്ട് കബറടക്കണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മുകളിൽ ആകാശം, താഴെ ഭൂമിയായിട്ട് നടക്കുന്ന നമുക്ക് എന്നാ പേടിക്കാനാ? എന്റെ പൊന്നാര ചങ്ങാതി, നിനക്ക് നിന്റെ വലുപ്പം അറിയില്ല. ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയില്ല. ആ പാവപ്പെട്ടവൻ തോട്ടിയും കൊണ്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയില്ല. മുഅ്മിനിന് മുഅ്മിനിന്റെ വലുപ്പം അറിയണില്ല. മുസ്ലിമിന് മുസ്ലിമിന്റെ വലുപ്പം അറിയണില്ല. എന്റെ പൊന്നാര ചങ്ങാതി, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോവാ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ തീരുമാനിച്ചപ്പോ ഇബിലീസ് പോയിട്ട് പറഞ്ഞു കൊടുത്തു, മുഹമ്മദ് നാടുവിടാൻ പോകുന്നുണ്ട്, ഇന്ന് ലാസ്റ്റ് ചാൻസാ, കൊല്ലണമെങ്കിൽ ഇന്ന് പൊട്ടിച്ചോണം, കൊല്ലണമെങ്കിൽ ഇന്ന് കൊന്നുകൊള്ളണം, ഇനി കിട്ടൂല മുഹമ്മദിനെ. ശത്രുക്കൾ മുഴുവനും എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ആരോഗ്യവാനായ നല്ല യോദ്ധാക്കളെ തെരഞ്ഞെടുത്തു. എല്ലാരും ഒറ്റക്കെട്ടായി. കാരണം ആരും എതിർക്കരുത്, കൊന്നുകളഞ്ഞ. അതുകൊണ്ട് എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് നല്ല യോദ്ധാക്കളായ യുവാക്കളെ തെരഞ്ഞെടുത്തിട്ട് ഓഫർ കൊടുത്തു. ഓണത്തിന്റെ ഓഫർ പോലെ ഓഫർ കൊടുത്തിട്ട് പറഞ്ഞു, ആരുടെ കൈ കിട്ടിയാലും കൊന്നേക്കണം. വീട് വളഞ്ഞു നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ വീട് വളഞ്ഞിട്ട് വാളും പിടിച്ചിട്ട് ചങ്ങായിമാര് കാത്തിരിക്കുക, ഇറങ്ങുമ്പോ കൊല്ലാൻ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കൂടെയുണ്ട്. ചോദിച്ച അലിയെ, ഇവിടെ കടക്കോ? ഞാൻ കടന്ന സ്ഥലമാ, നീ കടക്കോ? വീട് വളഞ്ഞിട്ടുണ്ട്, അപ്പോഴാ ചോദിക്കണ കടക്കോ? ഞാൻ കടക്കാൻ നബിയെ, എനിക്കെന്നാ പേടി? അലിയാരി തങ്ങൾ കിടക്കാൻ തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വാതിൽ തുറന്നിട്ട് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ സമയമായപ്പോ അതാ വരുന്നു മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു കൊടുത്ത് എന്തെന്നറിയോ? നബിയെ, ആ വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ട് എന്ത് ചെയ്യണം? വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ. യാസീൻ വെറുതെ ഓതിയാ പോരാ. ആ യാസീനിലെ ആയത്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു അത്രേ. ഈ ആയത്ത് ഓതിയിട്ട് ഈ വാരിയ മണ്ണിനകത്ത് ഊതണം. വാതിൽ തുറന്നിട്ട് 4 ഭാഗത്തേക്കും എറിഞ്ഞിട്ട് പൊക്കോണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു പിടി മണ്ണുവാരി ഈ ആയത്തോതി തന്റെ വീട് വളഞ്ഞു നിൽക്കുന്ന ശത്രുക്കളുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങിപ്പോയടോ. AK-47 പിടിച്ചോണ്ടായിരുന്നില്ല, അത് മനസ്സിലാക്ക്. വാളും പിടിച്ചുകൊണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ബെൽറ്റ് ബോംബ് കെട്ടിക്കൊണ്ടല്ല നബിതങ്ങൾ പോയത്. ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞിട്ട്. ഇതാണ് മുസ്ലിം. എടോ, ഈമാനുള്ള നിസ്കാരത്തഴമ്പുള്ള 5 നേരം നിസ്കരിക്കുന്ന ഒരു ഉപ്പാന്റെ കാൽ ചുവട്ടിലെ ഒരു പിടി മണ്ണ് മതിയടോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മുസ്ലിമിന് അത് മതിയടോ. എന്തിനാ പേടിക്കണേ? ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പോകുമ്പോ ഒരു സഹാബി നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, ഒന്നുമില്ല നബിയെ, യുദ്ധത്തിന് പോവാ, വാളുമില്ല, പരിചയില്ല, കുന്തമില്ല, ഒന്നുമില്ല. നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, എന്റെ കയ്യിൽ ഒന്നുമില്ല. നബിതങ്ങൾ താഴെ കിടന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, നീ പോകാൻ. ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുന്ന സ്വഹാബിയോട് ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു പോകാൻ. ഈ മടലും കൊണ്ടുപോയി യുദ്ധം ചെയ്തടോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബിതങ്ങൾ ഒരു പിടി മണ്ണ് വാരിക്കൊണ്ടല്ലേ പോയത്. എന്റെ പ്രിയപ്പെട്ടവർ, ഇതാണ് മുസ്ലിമിന്റെ പവർ. ഇതാണ് ഈമാനുള്ള ഒരു മനുഷ്യന്റെ പവർ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് ഗുഹയ്ക്കകത്ത് കിടന്ന് ഉറങ്ങാ. ആ ഉറങ്ങുമ്പോഴാണ് അബൂബക്കർ തങ്ങളുടെ കൈകാല് വിറയ്ക്കുന്നുണ്ട്. നബിതങ്ങൾ ഞെട്ടി ഉണർന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പേടിച്ചിരിക്ക. നബിതങ്ങൾ ചോദിച്ചു, എന്തേ അബൂബക്കറെ? നബിയേ, ശത്രുക്കൾ ഗുഹയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞു. അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചെന്താ ഇതിനകത്ത് അടിക്കുന്നുണ്ട്. അവരൊന്ന് താഴേക്ക് നോക്കിയാൽ നമ്മൾ 2 പേരെയും പിടിക്കും. അവര് നമ്മളെ കൊല്ലും. അവര് നമ്മളെ പിടിക്കും, അവര് നമ്മളെ കൊല്ലും. റസൂലുള്ള ചിരിക്കുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചോദിച്ചു, നബിയെ, എന്താ നബിയെ ചിരിക്കണേ? അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത്, അബൂബക്കറെ, നമ്മൾ 2 പേരും മാത്രമല്ല ഇതിനകത്തുള്ളത്, 3-മതൊരാളുണ്ട്. നമ്മൾ 2 പേരുമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമിനോട് പറയുകയാ. നബിതങ്ങൾ പറയുന്നു, നമ്മൾ 2 പേരുമല്ല, 3-മതൊരാളുണ്ട്. ആരാ നമ്മുടെ കൂടെയുള്ളെന്നറിയോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ അല്ലാഹ്, ഈ മുകളിൽ നിൽക്കുന്നവനെ പടച്ച അല്ലാഹ്, ഈ വാളും പിടിച്ചുകൊണ്ട് മുകളിൽ നിൽക്കുന്നവനുണ്ടല്ലോ, അവനെ പടച്ച അല്ലാഹ്, അവൻ താഴേക്ക് നോക്കണമെങ്കിൽ അല്ല തീരുമാനിക്കണം. അബൂബക്കറെ, അവൻ തീരുമാനിച്ചാ പോരാ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ല നമ്മുടെ കൂടെയില്ലേ സഹോദരാ? ഞാനും ഇത് തന്നെയാ ചോദിക്കുന്നത്. അല്ല നമ്മുടെ കൂടെയില്ലേ? അബൂജഹലിനെ പടച്ച അല്ലാഹ്, നമ്രൂദിനെ പടച്ച അല്ലാഹ്, ഖാറൂനിനെ പടച്ച അല്ലാഹ്, സാക്ഷാൽ ഫിർഔനിനെ പടച്ചവനെ ഇന്നും മ്യൂസിയത്തിന്റെ അകത്തും മലർത്തി കടത്തിയ അല്ലാഹ് ഇപ്പോഴും നമ്മുടെ കൂടെയില്ലേ സഹോദരാ? പിന്നെ ന്യൂനപക്ഷം ഭൂരിപക്ഷം, എന്തിനാ മോനെ ഭൂരിപക്ഷത്തെ കണ്ട് പേടിക്കുന്നത്?
ബദറിലും ഭൂരിപക്ഷമായിരുന്നല്ലോ, ഉഹദിലും ഭൂരിപക്ഷമായിരുന്നല്ലോ, ഹന്തക്കിലും ഭൂരിപക്ഷമായിരുന്നല്ലോ, എവിടെയും അവര് ഭൂരിപക്ഷമായിരുന്നല്ലോ. ന്യൂനപക്ഷമല്ലേ ജയിച്ചത്? ന്യൂനപക്ഷമല്ലേ ജയിച്ചത്? എന്തിനാ മഗ്രിബിന് പള്ളിയിലെ ഖതീബ് ഓതുമല്ലോ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ അബ്രഹത്ത് എന്ന് പറയുന്നവനും ആനപ്പടയും കടന്നു വന്നല്ലോ. ഏറ്റവും വലിയ ജീവിയായ ആനയെ കൊണ്ട് അല്ലാഹുവിന്റെ കഅബാലയം പൊളിക്കാൻ അബ്രഹത്ത് വന്നു. ഏറ്റവും വലിയ ജീവിയായ ആനയെ കൊണ്ട് അല്ലാഹുവിന്റെ കഅബാലയം പൊളിക്കാൻ അബ്രഹത്ത് വന്നപ്പോ അല്ലാഹു ആനപ്പടയെ തകർത്തത് ഏറ്റവും ചെറിയ ജീവിയായ കുരുവിയെ കൊണ്ടാ. കുരുവി എന്ന് പറയുന്ന ഏറ്റവും ചെറിയ കിളിയുണ്ടല്ലോ, ആ ചെറിയ കിളിയെ കൊണ്ടാണ് അല്ലാഹു അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞത്. നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കടോ. പശു പുല്ല് തിന്നിട്ട് വയറ് നിറഞ്ഞു കഴിയുമ്പോ ബാക്കി വന്നത് ചവിട്ടി തേച്ച് കളയുന്നത് പോലെ അബ്രഹത്തിന്റെ ആനപ്പടയ അല്ലാഹു തകർത്തില്ലേ. ബദറിലേക്ക് സഹാബത്ത് ഉരിപ്പിടിച്ച വാളുമായി അതാ ഒടിഞ്ഞ വാള് ഒട്ടിയ വയറ് തുരുമ്പിച്ച പരിചയമായി ബദറിന്റെ രണാങ്കണത്തില് 313 സഹാബത്ത് പോയപ്പോ എതിർഭാഗത്ത് ഒട്ടകവും കുതിരയും വാളും പരിചയം കള്ളും പെണ്ണും ഗാനമേളയും നടത്തി ഒട്ടകത്താർത്ത് ചുട്ട് തിന്നിട്ട് വന്ന ആ ഭൂരിപക്ഷം എവിടെ പോയടോ? അതുകൊണ്ട് സഹോദരാ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹ് കൂടെ ഉണ്ടെങ്കിൽ പേടിക്കണ്ട മോനെ, അല്ലാഹ് കൂടെ ഉണ്ടെങ്കിൽ പേടിക്കണ്ട മോനെ. പക്ഷേ ഇന്നത്തെ മുസ്ലിം പഠിക്കേണ്ടതെന്താ? പടച്ചവനെ, ഇന്ന് അല്ലാഹ് നമ്മുടെ കൂടെയില്ല, ഇന്ന് അല്ലാഹ് നമ്മുടെ കൂടെയില്ല. കാരണം നമുക്ക് ദീനില്ല, അല്ലാഹനെ കുറിച്ചുള്ള ചിന്തയില്ല. കാലം മാറുന്നതിനനുസരിച്ച് മുസ്ലിമിന്റെ കോലം മാറുകയാ. കാലം മാറുന്നതിനനുസരിച്ച് ഇന്നത്തെ മുസ്ലിമിന്റെ കോലം മാറുകയാ. ആചാരങ്ങൾ മാറുകയാ. പടച്ചവനെ, അനുഷ്ഠാനങ്ങൾ മാറുകയാ. ബുദ്ധി കൂടുമ്പോ, വിദ്യാഭ്യാസം കൂടുമ്പോ അള്ളാന്റെ ദീനിന്റെ നിയമങ്ങൾ നിനക്കൊക്കെ അങ്ങ് വല്ലാത്ത ഭാരമായി തോന്നുകയാ. ഇന്ന് പടച്ചവനെ, നിന്റെ വീട്ടില് ദീനില്ല, നിനക്ക് ദീനില്ല, നിന്റെ നാട്ടില് ദീനില്ല, പിന്നെങ്ങനാ മോനെ അല്ലാഹ് നിന്നെ സഹായിക്കുക? അതുകൊണ്ട് മുസ്ലിമേ, നിയമങ്ങൾ പാസാക്കാനല്ലേ പറ്റൂ. വീടിനകത്ത് നിയമം പാസാക്കാൻ നിന്നെ കൊണ്ടും പറ്റുമല്ലോ. അള്ളാന്റെ ദീൻ നിന്റെ വീട്ടിൽ വരട്ടെ, അള്ളാഹുവിന്റെ ദീൻ നിന്റെ വീടിനകത്ത് വരട്ടെ. അല്ലാഹ് പറഞ്ഞു, നിന്നെ ഞാൻ ഭയപ്പെടുത്തും മുസ്ലിമേ. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂ. വിശപ്പ് തരുമല്ലോ, പട്ടിണി തരുമല്ലോ. പടച്ചവനെ, നീ സ്വപ്നത്തിൽ കരുതിയോ നിന്റെ വീട്ടിൽ പട്ടിണി വരുമെന്ന്? അല്ലാഹുവേ, ഷവർമയും അൽഫഹമും തന്തൂരിയും സദാ മഹദിയും നെഹദിയും ഒക്കെ തിന്ന് നടന്ന നീ കൊറോണ വന്നപ്പോ കിറ്റും കാത്തിരുന്നില്ലേ? കിട്ടിയതൊക്കെ കഴിച്ചില്ലേ? ജീവിതത്തിൽ ഞെരുക്കം വന്നില്ലേ? എന്തേ നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്? അല്ലാഹ് പറയുകയാ, വനഖസിം മിനൽ അംവാൽ. ലക്ഷക്കണക്കിന് സമ്പത്തുണ്ടായിരുന്ന, നല്ല കച്ചവടമുണ്ടായിരുന്ന, ഒരുപാട് ലാഭം കിട്ടിയിരുന്ന നിന്റെ കച്ചവടം തകർന്നു പോയില്ലേ? വലിയ ഞെരുക്കങ്ങൾ വന്നില്ലേ? വല്ലാത്ത പ്രയാസങ്ങൾ വന്നില്ലേ? അല്ലാഹു തരും സഹോദരാ. അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂ
വനഖ്സിം മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത്. അല്ലാഹു നിനക്ക് രോഗങ്ങൾ ഒരുപാട് തന്നല്ലോ, ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ടല്ലോ പടച്ചവനെ. നിന്റെ കുടുംബത്തിലും മരണങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം പരീക്ഷണമാ, ഇതെല്ലാം പരീക്ഷണമാ. നീ എന്തു പറയണമെന്നറിയുമോ? വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ അല്ലാഹുവിലേക്ക് മടങ്ങടോ, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവനാണ്. അല്ലാഹുവിന് ശുക്ർ ചെയ്യ്, അല്ലാഹുവിന് ശുക്ർ ചെയ്യ്. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് പറയുകയാ, ഉള്ള ജോലി നഷ്ടപ്പെട്ടു പോയോ? നീ പറയണം അൽഹംദുലില്ലാഹ്. മോനെ സാമ്പത്തികമായി നീ തകർന്നു പോയോ? നീ പറയണം അൽഹംദുലില്ലാഹ്. മോനെ നിന്റെ കച്ചവടം നഷ്ടത്തിലായോ? പറയണം അൽഹംദുലില്ലാഹ്. മോനെ എക്സാമിൽ തോറ്റുപോയോ? പറയണം അൽഹംദുലില്ലാഹ്. നിനക്ക് അല്ലാഹു എന്തെങ്കിലും ഒരു രോഗം തന്നാ നീ പറയണം അൽഹംദുലില്ലാഹ്. നീ അല്ലാഹുവിനെ സ്തുതിക്കണേ, നീ അല്ലാഹുവിനെ സ്തുതിക്കണേ. അല്ലാഹുവേ അതിനുള്ള ഈമാൻ നൽകണേ അല്ലാഹ്.